സ്തോത്രം. ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ പലവരും പല ടെൻഷനും പല ആലോചനകളും പല ചിന്തകളും ആയിട്ട് നടക്കുന്നവരാണ്. എത്ര ഉപവസിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഫാസ്റ്റിംഗ് എടുത്തിട്ടും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഈ സാത്താൻ ഭയങ്കരമായിട്ട് പ്ലാനും പദ്ധതിയും ഒരുക്കിയൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും മുമ്പിലോട്ട് കടക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തകൾ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മത്തായി സുവിശേഷങ്ങൾ വായിച്ചുകൊണ്ട് വരുമ്പോൾ ഇരുട്ടിൽ കിടക്കുന്ന ജനം ഒരു വെളിച്ചം കണ്ടു. യേശു ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരു അശുദ്ധാത്മാവുണ്ട്, അത് പുറത്തു വരുന്നുണ്ട്. യേശു പറഞ്ഞ് അത് പുറത്തു വന്നു. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത് പുറത്തു വന്നപ്പോൾ അത് പറയുന്നത്, നീ ദൈവപുത്രനാണ്, നീ ദൈവപുത്രനാണ്. കണ്ട, അപ്പോൾ സ്തോത്രം, സാത്താന് യേശുവിനെ ദൈവപുത്രനെന്ന് നന്നായി മനസ്സിലായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നീ ഭൂമിയിൽ യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ആത്മാർത്ഥമായി ആ വചനം ധ്യാനിച്ച് നിൻ്റെ ഹൃദയത്തിൽ യേശുവിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ട് നീ ഭൂമിയിലിരുന്ന സാത്താൻ നിന്നെ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കും. കാരണം യേശു പറയുന്ന അടുത്ത പദം, സ്വർഗരാജ്യം ഭൂമിയിലാവണം, മാനസാന്തരപ്പെടുവിൻ. കണ്ട, മാനസാന്തരപ്പെടുവിൻ. അപ്പോൾ മനസ്സ് പുതുക്കിയാലേ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്കുണ്ടാകത്തുള്ളൂ. ഇല്ലേ, ആ വെളിപ്പാട് നമുക്കുണ്ടാകത്തില്ല. ആ വെളിപ്പാട് കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാ മനുഷ്യൻ്റെ മേലും ടെൻഷൻ, BP, അത് ഇത് ഉള്ള വിഷയങ്ങൾ അത്രേയിട്ട്, കുടുംബകലഹങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കുടുംബത്തിൻ്റെ അകത്ത് സ്വസ്ഥതയില്ലായ്മ, മക്കളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിനകത്ത് എത്ര സമ്പാദിച്ചാലും എത്ര സ്തോത്രം അധ്വാനിച്ചാലും ഒരു സ്വസ്ഥതയില്ല. ജോലി സ്ഥലത്ത് അല്പം നേരം സമാധാനമുണ്ട്, ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനെങ്കാലും പ്രശ്നം. പിന്നെ സന്ധ്യയാകുമ്പോൾ ഏതെങ്കിലും ഒരു വചനം എടുത്ത് വായിച്ച് ഒരു പാട്ടും പാടി ആ പായിലിരുന്ന് അത്രയേ ഉള്ളൂ പ്രാർത്ഥന. യഥാർത്ഥത്തിൽ നീ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്തോത്രം മകനും മകളുമാണെന്ന് പോലും സാത്താൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അനുവദിക്കില്ല. കാരണം യേശു ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിക്കാനും സ്വർഗരാജ്യത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താനുമാണ് യേശു വന്നത്. നമ്മളത് ബൈബിൾ വായിച്ചു നോക്കിയാൽ മതി. അന്നേരം സ്തോത്രം മാർക്കോസ് 5 നിങ്ങൾ വായിച്ചു നോക്കണം. ആ പന്നികളെ അകത്തേക്ക് ഞങ്ങളെ അയക്കണമെന്ന് സാത്താൻ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേശത്ത് പന്നികളെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. യഹൂദന്മാർക്ക് പന്നികളെന്ന് പറഞ്ഞാൽ അത് അലർജിയാണ്, കഴിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമത്തിനകത്താണ് യേശു പോകുന്നത്, ഗദരദേശത്ത്. ആ ഗ്രാമത്തിനകത്ത് പന്നിക്കച്ചവടമുള്ള ടീമുകളുണ്ട്. അതാണ് ആ 2000 പന്നികൾ ചത്ത് എന്ന് പറയുന്ന ഭൂതങ്ങൾ ചെന്ന് കയറി ചത്തെന്ന് പറയുമ്പോൾ യേശുവിനെ ഈ ഗ്രാമത്തിൽ നിന്ന് എന്നെ ഓട്ടിക്കാനുള്ളൊരു പ്ലാനാണ് അവിടെ. ആ ഗ്രാമത്തിനകത്ത് യേശുവിനെ ഓട്ടിച്ചേ പറ്റൂ. അപ്പോൾ ആ സാത്താൻ്റെ തന്ത്രം വളരെ ശ്രദ്ധാപരമായി നിങ്ങൾ നോക്കി നോക്കണം. അവരുടെ വരുമാനത്തിൽ കൈവച്ചാൽ, നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ സ്തോത്ര ഉപവാസത്തിലും കൈവയ്ക്കാതെ നിനക്ക് ഇഷ്ടപ്പെട്ട നിൻ്റെ ആഴത്തിലിരിക്കുന്ന വിഷയത്തിൽ കൈവച്ചാൽ നീ യേശുവിനെ മറക്കും. അതിലേറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക വിഷയം, മക്കളുടെ പഠിത്ത വിഷയം, മക്കളുടെ കല്യാണ വിഷയം, മക്കളുടെ നിത്യജീവിതത്തിനുള്ള മാർഗം, അതായത് അധ്വാനത്തിൻ്റേത്. ഇതെല്ലാം അവൻ കുറേശ്ശെ പിടിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ യേശുവിൻ്റെ ആത്മാർത്ഥതയിൽ നിന്നും അന്യഭാഷ പ്രാർത്ഥന ദൈവ വചനത്തിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ തെറ്റിമാറും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ മരത്തിൻ്റെ കാര്യം പറഞ്ഞത്. എത്ര പേർക്ക് അത് ഇഷ്ടപ്പെട്ടെന്നോ എത്ര പേരുടെ തലമണ്ടേ കയറിയെന്ന് പോലും എനിക്കറിഞ്ഞില്ല. പക്ഷേ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്ന, നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദൈവകൃപയാൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ കയറി നിങ്ങൾ വചനം വായിച്ച് സമയം എടുത്ത് അന്യഭാഷയിൽ സംസാരിച്ച് ദൈവകൃപയാൽ ഇരുന്നാലേ ജയിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങളൊരു പാസ്റ്ററെ വീട്ടിൽ വിളിച്ചു വരുത്തിയെന്നോ ഈ പ്രസംഗിക്കുന്ന എന്നെ വിളിച്ചു വരുത്തിയതും കൊണ്ട് ഒന്നും ആവുന്നില്ല. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ആ കാഠിന്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ യേശു പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് പകരം യോഗാസനം, ധ്യാനം, ഇതൊക്കെയാണ് സാത്താൻ അവർക്ക് ഇട്ടുകൊടുക്കുന്ന മാർഗം. അവൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ടെൻഷനും പ്രശ്നങ്ങളും ഇട്ട് കൊടുത്തിട്ട് അവൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം
നീ ഭൂമിയിലിരുന്ന് യേശുവിൻ്റെ വചനം നീ പഠിക്കരുത്, യേശുവിനെ കുറിച്ച് നീ സംസാരിക്കരുത്, യേശുവിനെ കുറിച്ച് നീ ചിന്തിക്കരുത്, യഥാർത്ഥത്തിൽ നീ ബൈബിൾ വായിക്കരുത്. എപ്പോഴും സംഘർഷണം. അതല്ല ഇപ്പോൾ എത്ര പേരെന്നറിയാമോ ആശ്വാസം കിട്ടാൻ വേണ്ടി ഇവിടെ എല്ലാം പോകണം നോക്ക്. ഏതെല്ലാം ഏരിയയിൽ, ഏതെല്ലാം അമ്പലങ്ങളിൽ, ഏതെല്ലാം യോഗാസനത്ത്, ഏതെല്ലാം പള്ളികളിൽ. കാരണം ഇത് നമ്മുടെ ഉള്ളിനകത്ത്, നമ്മുടെ മൈൻഡിനകത്ത് ഇത് ഇങ്ങനെ കളിക്കുകയും സ്തോത്രം. പക്ഷേ യേശു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ തെക്കേപ്പുലി നാട്ടിൽ പന്നികളുടെ മേൽ ഈ സാത്താൻ കയറി, പന്നികൾ ചത്തു. അവർ പറയുന്നു നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കരുത്, നിങ്ങളിവിടുന്ന് പോയേ പറ്റൂ എന്ന് പറയുന്നു. പക്ഷേ അവൻ്റെ ബുദ്ധിയല്ല യേശുവിനുള്ളത്. അതാദ്യം മനസ്സിലാക്കണം. സാത്താൻ പല തന്ത്രങ്ങളും ചെയ്യും. യേശു ആ തെക്കേപ്പുലി നാട്ടിൽ, ആ സ്തോത്രം, ആ തെക്കേപ്പുലി നാട്ട് എന്ന് പറയുമ്പോൾ ഈ ഭൂതഗ്രഹസ്ഥൻ പോയ സ്ഥലം. അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ പോ, നീ നിന്നെ തന്നെ. അവിടെ ഒരു യഥാർത്ഥം നോക്കി അവിടെ ഒരു ശിഷ്യനെ യേശു വാർത്തെടുത്തിട്ട് ആണ് യേശു ആ ദേശം വിട്ടുപോയത്. ആ ദേശത്ത് ഒരു ശവക്കല്ലറയ്ക്കകത്ത് കിടന്ന ഒരു വ്യക്തി, ആ സ്തോത്രം, ആ ഗദരദേശത്ത് ഭൂതഗ്രഹസ്ഥൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ അവിടെ നിന്ന് സ്തോത്രം സുവിശേഷത്തിൻ്റെ വെളിപ്പാട് കൊടുത്ത് യേശുവിൻ്റെ സാന്നിധ്യം അവനിൽ പകർന്ന് അവനെ തെക്കേപ്പുലി നാട് മൊത്തം, ആ നാട് മൊത്തം ഒരു സുവിശേഷകനാക്കി മാറ്റിയിട്ടാണ് സ്തോത്രം യേശു അവിടെ നിന്ന് പോയത്. അല്ലാതെ സാത്താൻ വിചാരിച്ചതുപോലെ പന്നിക്കളുടെ ഇടയിൽ കയറിയിട്ട് അവിടുത്തെ ജനം യേശുവിനെ വേണ്ടെന്ന് പറയുമ്പോൾ യേശു അങ്ങ് ചുമ്മാ പോയി എന്നായിരുന്നു വിചാരിച്ചത്. തെറ്റ്. നന്നായി പഠിച്ചു നോക്കുക. ഇതുപോലെ നിൻ്റെ പ്രാർത്ഥനയിൽ, നിൻ്റെ കുടുംബത്തിനകത്ത്, നിൻ്റെ വിഷയത്തിനകത്തെല്ലാം ഭയങ്കര ഇറിറ്റേഷൻ കൊണ്ടിട്ടിട്ട് നിൻ്റെ മുമ്പത്തെ പോലുള്ള അന്യഭാഷയെ പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്യും. പക്ഷേ പരിശുദ്ധാത്മ പറയുന്നു, ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധ നിൻ്റെ കൂടാരത്തിനടുത്ത് വരത്തില്ല. ഏലിയാവ് 7 പ്രാവശ്യം മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കൈമേഘം പൊങ്ങി വന്നു എന്ന് കണ്ടപ്പോൾ അങ്ങേര് പറഞ്ഞത് വലിയ മഴയുണ്ട്. അതിൻ്റെ അർത്ഥം നീ തോറ്റുപോകരുത്. നീ പ്രാർത്ഥനയിൽ എണീറ്റേ പറ്റൂ. പാസ്റ്ററായിരുന്നാലും സഭയിലുള്ള വ്യക്തിയായിരുന്നാലും എന്നെ ഈ കേൾക്കുന്ന ആരായിരുന്നാലും നീ മടങ്ങി വന്ന മുടിയനായ പുത്രനെ പോലെ മടങ്ങി വന്ന് നീ അപ്പൻ്റെ അടുക്ക നിന്ന നീ ജയിക്കും. ഉറപ്പായിട്ടും പറയാം, നീ ജയിക്കും. 2, ഇനി ഈ ഭൂതഗ്രഹസ്ഥൻ്റെ ശരീരത്തിൽ ഭൂതം കയറിയ ഇല്ല. എന്തുകൊണ്ട് കയറിയില്ല? കർത്താവിൻ്റെ വചനം പറയുന്നു, ഒരുവരിൽ നിന്നൊരു ഭൂതം പോയിട്ട് 7 പേരെ കൊണ്ടുവരണമെന്ന്. നിങ്ങളതിൽ വായിച്ചു നോക്ക്. തെക്കേപ്പുലി നാട് മുഴുവനും അവൻ സുവിശേഷം കൊണ്ട് നിറച്ച്. ഒരു ഭൂതം, ഒരു ദേശാധിപതി അവൻ്റെ ശരീരത്തിൽ കയറിയില്ല. എന്ത് കാരണം എന്നറിയാമോ? അവനറിയാം, അവൻ അനുഭവിച്ചവനാണ്. വർഷങ്ങൾ കൊണ്ട് കല്ലറയ്ക്കകത്ത് കിടന്ന് സ്വന്തം ശരീരത്തെ ഇടിച്ചു മുറിച്ച് ചങ്ങലകളെ പൊട്ടിച്ച് വരുന്നവനെ പോയുന്നവനെ ഒക്കെ കല്ലെടുത്തെറിഞ്ഞു. അങ്ങനെ നടന്നവനറിയാം ഭൂതം എങ്ങനെ വരും, ഈ സാത്താൻ എങ്ങനെ പെരുമാറും, ഏത് പദ്ധതിയും പ്ലാനും ഒരുക്കി വരുമെന്ന് അവനറിയാം. അതുകൊണ്ടാണ് യേശു അവനെ അവിടെയാക്കി. അവൻ സൗഖ്യം കിട്ടിയിട്ട് യേശുവിൻ്റെ അടുക്കയില്ല ഓടിയവൻ. യേശു പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ പോ കേട്ടാ. നീ ഏതിൽ കുരുങ്ങിയോ, നിന്നെ ഏതിൽ സാത്താൻ പിടിച്ചിട്ടുവോ അവിടെ നിന്നെ യേശു വളർത്തി, അവിടെ നിന്നൊരു സുവിശേഷകനായി മാറ്റി, അവിടെ നീ യേശുവിൻ്റെ വേലക്കാരനായി മാറും. വിശ്വസിക്ക്. ഈ വാക്കുകളാൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.